ഇവള് പോൻ്റെ പെണ്ണുങ്ങളാണെന്ന് നമുക്കറിയില്ലല്ലോ. സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണത്തിന് പോയി ഒരു കൊല്ലം മുമ്പൊക്കെ നമ്മൾ എന്തായാലും നോക്കുമല്ലോ. നാട്ടിലൊരു പുതിയ കുട്ടി, ഞാൻ വിചാരിച്ചു നമ്മളെ അണ്ടറിലുള്ള കോഴികളും ഇതൊന്നും അറിഞ്ഞില്ലേ. അതിൽ ഞാനത് കണ്ടപ്പോൾ ഞാൻ വേറെ ചങ്ങായിനെ വിളിച്ചു വന്നേ. എടാ ചങ്ങായി, ഞാൻ പറഞ്ഞേ ടോപ്പ് ഒരു സുന്ദരി ഉണ്ട് നാട്ടിൽ, നമ്മളിതിരെ കണ്ടില്ല, കാണാത്ത ആളാണ്, നമ്മൾ പോയൊക്കെ ലേശ്. അങ്ങനെ പോയി കണ്ട് അതിൽ ഞാൻ അതിനെ ആദ്യം കണ്ടിട്ട്, പക്ഷേ ഈ ആളാണ് അത് നിങ്ങൾക്ക് അറിയില്ല. ഇനി സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഓൻ എന്നോടൊപ്പം പറയണേ, എടാ പൊട്ട അതിൻ്റെ തന്നെ ആളെ പെണ്ണുങ്ങളാണ്, അന്ന് മേക്കപ്പിലായിട്ട് ചാറാത്തോണ്ടേ ഇനി. എൻ്റെ റബ്ബേ, അതിനോട് പറഞ്ഞ് ഞാൻ അവൻ്റെ കല്യാണത്തിന് പോവുകയും ചെയ്തിന്, അവിടെ പോയി ചോറ് നിന്നിന്, ഈ കുട്ടീനെ കണ്ടും ചെയ്തിന്, ഉബലക്കൊപ്പം ഫോട്ടോ എടുത്തും ചെയ്തിന്. പക്ഷേ അന്ന് വേറെ കോലോ ഇന്ന് വേറെ കോലോ. അന്ന് സുന്ദരി ഇന്നും സുന്ദരി, പക്ഷെ അന്ന് വേറെ സുന്ദരി ഇന്ന് വേറെ സുന്ദരി അല്ലേ. ഇജില്ലേ അന്ന് ആകെ ഒരു ചളുങ്ങി. ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞപ്പോഴേ ആ കുട്ടി എന്താ വിചാരിച്ചിട്ടുണ്ടാവുക? ഒന്നുമില്ല, ജസ്റ്റ് സൗന്ദര്യം ആസ്വദിക്കുക, ഇതാണ് ഇതിലുള്ളൊരു യാഥാർത്ഥ്യം അല്ലേ, വേറെ ഒന്നുമില്ല. ഇത് വലുതായിട്ട് എടുക്കാനൊന്നും ഇല്ല ഇതില്ല. അപ്പം നമ്മളുള്ള യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക, എല്ലാ ഇപ്പം എന്താ അല്ലേ. അപ്പം അത്രയൊക്കെ തന്നെ, വേറെ എന്താ. പിന്നെ അന്നാകെ ചടച്ച് സംഭവത്തിൽ കല്യാണം തന്നെ ഇതിന്നെ ആൾ നമ്മൾ നോക്കുകയും ചെയ്ത് ആ കുട്ടി എന്താ നമ്മളെ പറ്റി വിചാരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് വിചാരിച്ചാൽ ഇപ്പം എന്താ അല്ലേ, മത്തായിക്ക് അച്ചാറാണ്. അപ്പോളേ അത്ര തന്നെ ഉള്ളൂ.